പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അത്ഭുത അൽത്താരയിൽ ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ നടക്കുന്നത് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലാണ്. ദൈവമാതാ കത്തീഡ്രൽ പള്ളി. ഈ അൽത്താരയിലാണ് ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളും ഒന്നു ചേർന്ന് ഞങ്ങളുടെ മുട്ടുകൾ മടക്കി തല കുമ്പിട്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പറഞ്ഞ മക്കളെ, യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ദിവ്യകാരുണ്യത്തിൽ ഏറ്റുപറഞ്ഞോ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നേ ദിനം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വലതുകരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, സൗഖ്യമാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇതിൽ പങ്കെടുക്കുന്ന ആ ഒരു കൂട്ടായ്മയുണ്ട്. എന്നോട് പലരും പറഞ്ഞ, അച്ഛാ ഈ പ്രാർത്ഥന പങ്കെടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു എനർജിയാണ്, ഒരു ശക്തിയാണ്, ഒരു അഭിഷേകമാണ്, ഒരു അനോയിൻറ്റിങ് ആണ്. ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഈ അനോയിൻറ്റിങ് കൊടുക്കുന്നതിന് അനവധി ആളുകളെയാണ് ഈശോ അനുഗ്രഹിക്കുന്നത്. രോഗസൗഖ്യം കൊടുക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ആസ്മ രോഗമുള്ള 4 പേരെ സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് തരിക. ആസ്മയുള്ള, ശ്വാസമുട്ടലുള്ള, പ്രയാസമുള്ള, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാതെ ഉള്ളവരെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് എന്ന് ഒരു മെസ്സേജ് പെട്ടെന്ന് കിട്ടുക. പ്രിയപ്പെട്ടവർ, അതുപോലെ ഒരു 100 കുടുംബത്തിൻ്റെ ആ വീടിൻ്റെ മുകളിൽ ഇരിക്കുന്ന പാറക്കല്ല് പോലെ ഒരു പാറക്കല്ല്, 100ഓളം കുടുംബങ്ങൾ. ഈ പാറക്കല്ലിരിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിന് ഒരു മേൽഗതിയില്ല. എന്ത് ചെയ്തിട്ടും പരാജയം, എന്ത് ചെയ്തിട്ടും ഉയർച്ചയില്ല. മക്കളുടെ പഠന തടസ്സം, ജോലി തടസ്സം, കല്യാണ തടസ്സം, പറമ്പിലൊന്നും കിട്ടുന്നില്ല, അങ്ങനെ അസ്വസ്ഥത. ഇന്ന് കർത്താവ് മെസ്സേജ് തരുന്നത് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ പാറ കർത്താവ് ഇങ്ങനെ എടുത്തു മാറ്റുക. വിശുദ്ധ മിഖായേലും വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധ റഫേലുമാണ് ആ പാറകൾ എടുത്ത് മാറ്റുക. അവിടെ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ബന്ധനങ്ങളിലുള്ളവർക്ക് വിടുതൽ കിട്ടിയ. ഇത് അലർജി രോഗമുള്ള ഒരാളെയും കർത്താവ് സുഖപ്പെടുത്തുന്നു. ഞാൻ ഈ റോമിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി, ഇറ്റലിയിൽ. അവിടെ ആ ധ്യാനത്തിൽ, പ്രത്യേകിച്ച് റോമിൽ വത്തിക്കാൻ്റെ മുമ്പിൽ സ്നാപയോഹന്നാൻ്റെ നാമത്തിലുള്ള ബസിലിക്ക പള്ളിയിൽ ഏപ്രിൽ 25-ാം തീയതി ഒരു ധ്യാനം നടത്തുകയുണ്ടായി. ഇപ്പം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് നമ്മുടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന ഒരു മകനാണ്. നല്ല കത്തോലിക്ക കുടുംബത്തിൽ പിറന്ന ഒരു മകൻ, നല്ല അപ്പനും അമ്മ. അപ്പനും അമ്മയും എന്നെ കാണാനായിട്ട് പണ്ട് ഞാൻ പള്ളിക്കുന്നിലുള്ളപ്പോൾ അവിടെ വന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അവനെന്നോട് പറഞ്ഞിരുന്നു, അച്ഛാ ഞങ്ങളതിൽ പങ്കെടുക്കാൻ വേണ്ടി വരും, ലീവെടുത്ത് വരും. പക്ഷേ തലേ ദിവസമായപ്പോൾ അവന് വരാൻ പറ്റാത്ത വിധത്തിൽ ആ കുടുംബം മുഴുവൻ അവിടെ പെട്ടുപോയി. കാരണം പിസ്തുള എന്ന് പറയുന്ന ഒരു പീഡ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന രീതിയിൽ അതങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ അവന് അവിടുത്തെ റോമിൽ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരാൻ. കാരണം അത് കഴിഞ്ഞിട്ട് അതിനുള്ള മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു.
അപ്പോൾ ഇവന് അസഹനീയമായി ഈ മോൻ വിളിക്കുമ്പോൾ കരയുകയാണ്. അച്ഛൻ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, വലിയ പ്രയാസമാണ്. 24-ാം തീയതിയാണ് അവൻ മോൻ വിളിച്ച് പറഞ്ഞ് കരയണം. ഫോണിലൂടെ അവൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന രീതിയിൽ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഈശോ അതെടുത്ത് അതങ്ങോട്ട് പൊട്ടിപ്പോട്ടെ, അത് തുറന്നങ്ങോട്ട് അതിൻ്റെ പീഡ അങ്ങോട്ട് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആ മോൻ 26-ാം തീയതി എന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകത്തക്ക തരത്തിൽ അവൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ കൊണ്ടുപോയി. കാരണം എന്താണെന്നറിയാവോ, അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഡോക്ടർമാർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിട്ടത് തന്നെത്താൻ പെട്ടെന്ന് പൊട്ടി അതിലുള്ള എല്ലാ അഴുക്കും പോയി കഴിഞ്ഞപ്പോൾ ഈ മകന് വിടുതൽ കിട്ടുക. അത് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഈശോ ഏറ്റവും വലിയ ഡോക്ടറാണ്. നമ്മുടെ ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുന്നവനാ. ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, ഡെലിവറൻസ് അത് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. നിന്റെ സമ്പത്തിൻ്റെ കെട്ടഴിക്കുന്നുണ്ട്. ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ തടസ്സമാനം പ്രാർത്ഥിക്കുന്ന ഒരു 217 പേരുടെ ആ കെട്ടങ്ങോട്ട് പൊട്ടുന്നതായിട്ട് കർത്താവ് മെസ്സേജ് തരിക. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. 218 പേരുടെ ആ കെട്ട് കർത്താവ് അഴിച്ചു കളയാം. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയോട് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ജോലി തടസ്സങ്ങൾ കർത്താവെ ഇടപെടണം. ഈ ശുശ്രൂഷയിലൂടെ ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റണം. യേശുവെ, നിരാശപ്പെട്ട് കഴിയുന്ന ഒരുപാട് ദമ്പതികൾ, മകൻ പള്ളിയിൽ പോകുന്നില്ല, മകള് പള്ളിയിൽ പോകുന്നില്ല, ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, ഇതുമൂലം വല്ലാതെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ കെട്ടഴിക്കാനായി ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിന്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വരിക. കർത്താവ് നിന്റെ വീട്ടിൽ എഴുന്നള്ളി വരുമ്പോൾ നിന്റെ വീട്ടിലുള്ള ഇരുൾ അങ്ങോട്ട് വിട്ടുമാറുക. കർത്താവ് പ്രകാശമാണ്. പ്രകാശം വരുമ്പോൾ ഇരുൾ അങ്ങോട്ട് വിട്ടുമാറുക. കർത്താവ് അങ്ങോട്ട് വരുമ്പോൾ സാത്താൻ ഓടിക്കളയുക, പിശാച് ഓടിക്കളയുക, കൂടോത്രങ്ങൾ നിർവീര്യമായി പോകുക, തകിടുകൾ നിർവീര്യമായി പോകുക, ശാപങ്ങൾ നിർവീര്യമായി പോകുക, ബന്ധനങ്ങൾ നിർവീര്യമായി പോകുക, അസൂയകൾ കണ്ണുവെക്കലുകൾ നിർവീര്യമായി പോകുക. നിന്റെ ഭവനത്തെ ബന്ധിച്ച, നിന്റെ മകനെ ബന്ധിച്ച, നിന്റെ മകളെ ബന്ധിച്ച് ഉയർച്ച കൊടുക്കാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ കയറ്, ആ ചങ്ങല കരിഞ്ഞ ചണനൂൽ പോലെ ചിതറി പോകുന്നത് ഞാൻ കാണുകയാണ്. കാരണം കർത്താവ് ഡെയിലി ഡെലിവറൻസിലൂടെ നിന്റെ വീട്ടിലേക്ക് വരിക, നിന്റെ വസ്തുവകകളിലേക്ക് വരിക, നിന്റെ കുഞ്ഞിൻ്റെ പഠനത്തിലേക്ക് വരിക, നിന്റെ ആകുലതകളിലേക്ക് വരിക, നിന്റെ സങ്കടങ്ങളിലേക്ക് വരിക, നിന്റെ ജോലി തടസ്സങ്ങളിലേക്ക് വരുന്നുണ്ട്. നിന്റെ ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടി പോസിറ്റീവ് എനർജി അങ്ങോട്ട് വരിക. നീ ആകുലപ്പെടേണ്ട എന്ന് പറയാനാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കോടതിയിൽ കേസുകളൊക്കെയായി നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ നിരപരാധികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കർത്താവ് വരികയാണ് യുദ്ധം ചെയ്യാനായിട്ട്. ഇതാ ഒരുപക്ഷെ നിന്നെ ഈ ലോകത്തെ വക്കീല് നിന്നെ പറ്റിക്കാം, നിന്റെ വക്കീല് ഒരുപക്ഷെ നിന്നെ പറ്റിക്കാം. പക്ഷെ കർത്താവ് നിനക്ക് സംരക്ഷണം ഒരുക്കുമ്പോൾ ഒരു വക്കീലിനും നിന്നെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒറ്റ വിളിച്ചാൽ മതി, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ നാടിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഒറ്റ വിളിച്ചാൽ മതി മക്കളെ. എൻ്റെ ഈശോയേ. നിന്റെ പ്രിയപ്പെട്ടവര് ക്യാൻസർ രോഗം പിടിപെട്ട് കീമോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര പീഡയാണ്, ഭയങ്കര വേദനയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേച്ചി ഈ ദിവസങ്ങളിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ആ കീമോ അവരുടെ വേദനകൾ, സങ്കടങ്ങളൊക്കെ അതിലൂടെ പറയാറുണ്ട്. പ്രിയപ്പെട്ട ക്യാൻസർ രോഗമുള്ള മക്കളെ,
ട്യൂമർ ബാധിച്ച് വിഷമിക്കുന്നവരെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുമ്പോൾ സർവശക്തനായ ദൈവം, ഏറ്റവും വലിയ ഡോക്ടർ, ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ സാധിക്കാത്ത കാര്യങ്ങളിലേക്ക് ഇതാ യേശു ക്രിസ്തു കടന്നു വരുന്നുണ്ട്. മക്കളെ, 1000-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുക. രോഗത്തിൻ്റെ കെട്ടുകൾ, ഇങ്ങനെ എൻ്റെ അമ്മ പറയും, രോഗങ്ങൾ വരുന്നത് പിശാച് മുളക് പൊടി വീട്ടിലേക്ക് വിതറും. 2ാം ക്ലാസ്സുകാരത്തിയായ അമ്മയാണ്. നമ്മൾ മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിശാച് വന്നിങ്ങനെ മുളക് പൊടി വിതറും. ഈ മുളക് പൊടി വിതറുന്ന പിശാചിനെ ഓടിച്ചു കളയാൻ എൻ്റെ അമ്മ പറയും, ഇതാ ഗിർവർഗീസ് പുണ്യാണ് കുതിരപ്പുറത്ത് വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളുടെ മകളുടെ പ്രശ്നങ്ങളിലേക്ക്, നിങ്ങളുടെ മകൻ്റെ പ്രശ്നങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരുന്നത് സർവത്തിൻ്റെയും അതിനാഥനായ കർത്താവ് തന്നെയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അവിടെ സ്ഥാനമില്ല, സാത്താൻ അവിടെ സ്ഥാനമില്ല, ലഹരിക്ക് അവിടെ സ്ഥാനമില്ല, കൂടോത്രത്തിന് അവിടെ സ്ഥാനമില്ല. അവയെല്ലാം തകർക്കപ്പെടുകയാണ്, അവയെല്ലാം തകർക്കപ്പെടുകയാണ്. മക്കളെ, നിന്റെ ശരീരം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, നിന്റെ ആത്മാവ് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, നിന്റെ ബുദ്ധി അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നീ ഭയപ്പെടുകയേ വേണ്ട. കാരണം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സർവശക്തനായ ദൈവം തന്നെ, ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ കർത്താവ് തന്നെ എഴുന്നള്ളി വരിക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയേ, വിളിച്ച മക്കളെ ഈശോയേ, വിളിച്ച മക്കളെ ഈശോയേ. വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല മക്കളെ, വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സാത്താനെ ബന്ധിക്കാൻ, കൂടോത്രങ്ങളെ ബന്ധിക്കാൻ, ആ വിചാരത്തെ ബന്ധിക്കാൻ, തടസ്സങ്ങളെ ബന്ധിക്കാൻ, ജോലി തടസ്സത്തെ ബന്ധിക്കാൻ, പറമ്പ് കച്ചവട തടസ്സങ്ങളെ ബന്ധിക്കാൻ, നിന്നെ ഉപദ്രവിക്കുന്നവരെ നിന്നെ രക്ഷിക്കാൻ ഇതാ സർവശക്തനായ ദൈവം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇറങ്ങി വരിക. കരമുയർത്തി സ്തുതിച്ചോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദിവ്യകാരുണ്യനാഥ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് സെഫാനിയയുടെ പുസ്തകത്തിൽ നിന്ന്, ബൈബിളിലെ സെഫാനിയ 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ ശുദ്ധീകരണത്തിനായി, നമ്മുടെ നവീകരണത്തിനായി, നമ്മുടെ വിടുതലിനായി ഇതാ കാലത്തിന്റെ തികവില് ദൈവത്തിന്റെ പുത്രൻ എഴുന്നള്ളി വന്നിരിക്കുന്ന മക്കളെ, കരം ഉയർത്തി സ്തുതിച്ചോ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ബുദ്ധിയുടെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, അറിവിൻ്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ആത്മാവേ, എല്ലാ മക്കളിലേക്ക്, വചനം കേൾക്കുന്ന മക്കളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പുത്രനും കർത്താവുമായ ഈശോ മിശിഹയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഈ ദൈവജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളോടും യേശുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ മക്കളെ വിട്ടുപോകാൻ, ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കാൻ യേശുനാമത്തിൽ ആജ്ഞാപിക്കുന്നു. മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശങ്ങളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തോ സ്ഥലത്തോ
പ്രവേശിച്ചു പോകരുതെന്ന് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ മക്കൾക്ക് അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല. തിന്മയുടെ ശക്തികളെ, സ്വാധീനങ്ങളെ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, പറമ്പിൽ നിന്ന് നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു. പവർ, 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 പവർ. ഇനിമേൽ ഇവരുടെ ഭവനത്തിലോ സ്ഥാപനത്തോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും മാലാഖമാരുടെയും സകലരുടെയും മാധ്യസ്ഥ സംരക്ഷണം ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ലഭിക്കട്ടെ. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ മക്കളിൽ നിന്നെല്ലാ തിന്മയുടെ കെട്ടുകൾ I command every spirit of evil to depart from you. ഹല്ലേലൂയ, ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. സ്തുതിച്ച മക്കളെ, ഗ്ലോറിയ, 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 ഗ്ലോറിയ. റിയ, 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 റിയ. അത്ഭുതകരമായ വിടുതൽ നടക്കുന്നു, അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുന്നു, അത്ഭുതകരമായ ആശ്വാസം കൊടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും സാധിക്കുന്ന മക്കൾ കോഴിക്കോടേക്ക് വരിക. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ തിരികെ നിങ്ങളെ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി അയക്കാനുള്ള വാഹന സൗകര്യം അച്ഛൻ ഒരുക്കുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്ഭുതകരമായ വിടുതൽ നടക്കാൻ. നിങ്ങൾക്ക് പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരമാണ്. സാധിക്കുന്ന എല്ലാ മക്കളെയും ചൊവ്വാഴ്ച ദിവസം ഞാൻ ക്ഷണിക്കുകയാണ്. 18-ാം തീയതി ശുശ്രൂഷയിൽ അച്ഛനുണ്ടാവില്ല. ഞങ്ങൾ മെത്രാനും എല്ലാവരും എല്ലാ വൈദികരും കൂടി വേളാങ്കണ്ണിയിൽ ഞങ്ങളുടെ മെത്രാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾ 18-ാം തീയതി ചൊവ്വാഴ്ച ഉണ്ടാവില്ല. മറ്റെല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ഇവിടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലുണ്ടാകും. പങ്കെടുക്കുന്ന എല്ലാവരെയും അച്ഛൻ ക്ഷണിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം. ജൂൺ 13-ാം തീയതി അന്തോനീസ്നാളിൻ്റെ പെരുന്നാളാണ്. ഇവിടെ പ്രത്യേക തിരുശേഷിപ്പ് വണക്കം നടക്കുക എല്ലാ ചൊവ്വാഴ്ചയും. അന്തോനീസ്നാളിൻ്റെ പെരുന്നാൾ വൈകുന്നേരം കണ്ണൂർ രൂപതയുടെ സഹായ മെത്രാൻ്റെ നേതൃത്വത്തിൽ, അഭിവന്ദ ഡെന്നീസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വൈകുന്നേരം കുർബാനയും ഊട്ടുനേർച്ചയുമാണ്. വൈകുന്നേരം 5 മണിക്കാണ് വിശുദ്ധ കുർബാന. നിങ്ങളെല്ലാവരെയും, സാധിക്കുന്നവരെല്ലാവരെയും ഊട്ടുനേർച്ചയ്ക്കായിട്ട് അന്തോനീസ്നാളിൻ്റെ ഈ ഒരു പ്രത്യേക വണക്കമുള്ള പള്ളിയാണ്. ഞാനിവിടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.